എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മൾ കഴിഞ്ഞ ദിവസം LD ടൈപ്പിസ്റ്റിൻ്റെ പ്രീവിയസ് ഇയറിലുള്ള കട്ട് ഓഫ്, അതുപോലെ തന്നെ ടോട്ടൽ നമ്പർ ഓഫ് അഡ്വൈസ് തുടങ്ങിയ ഡീറ്റെയിൽസ് നോക്കിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് കമ്പയർ ചെയ്തിട്ട് 2 വർഷത്തെ കമ്പയർ ചെയ്തിട്ടാണ് നമ്മൾ ചെയ്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഇന്ന് ചെയ്യാൻ പോകുന്നത് കോൺഫിഡൻഷ്യൽ അസിസ്റ്റൻറ്റ് ഗ്രേഡ് 2 വേരിയസ് ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ പ്രീവിയസ് ഇയറിലുള്ള, അതായത് ഇപ്പോൾ വന്നിട്ടുള്ള നോട്ടിഫിക്കേഷന് മുന്നേ ഉള്ള ആ ഒരു വേക്കൻസിയും മറ്റ് ഡീറ്റെയിൽസുമാണ് വരുന്നത്. 2012 ഇതിന് മുന്നേ ഉണ്ടായിരുന്നത്. അപ്പോൾ അതിൻ്റെ ഡീറ്റെയിൽസ് ഒന്നും കിട്ടിയിട്ടില്ല, അത് സൈറ്റിൽ നോക്കിയിട്ട് കിട്ടിയിട്ടില്ലായിരുന്നു. അതുകൊണ്ട് ഒരു പ്രാവശ്യത്തെ, അതായത് 2018 ആ ഒരു കോൺഫിഡൻഷ്യൽ അസിസ്റ്റൻറ്റിൻ്റെ ആണ് നോക്കാൻ പോകുന്നത്. എല്ലാ ജില്ലയിലുള്ളതും ഡീറ്റെയിൽസ് പറയുന്നുണ്ട്. ഓക്കെ, അപ്പോൾ ഇത് കാറ്റഗറി നമ്പർ 277/2018 ആണ്. അപ്പോൾ ഇതിൽ നോക്കാം നമുക്ക് ഓരോ ഇതിൽ വന്നിട്ടുള്ള ഡീറ്റെയിൽസ്. ഓക്കെ, അപ്പോൾ ഇതിൽ ജസ്റ്റ് ഇങ്ങനെ നോക്കിക്കഴിഞ്ഞാൽ ആപ്ലിക്കേഷൻസ് റിസീവ്ഡ് 2622, നമ്പർ ഓഫ് ആപ്ലിക്കേഷൻസ് അഡ്മിറ്റഡ് 189 ഓക്കെ, അപ്പോൾ ഇതിൻ്റെ കട്ട് ഓഫ് എന്ന് പറയുന്നത്, ഇതിൽ കട്ട് ഓഫായിട്ട് ഞാൻ പറയുന്നത് OMR എക്സാമിൻ്റെതല്ല, നമ്മുടെ ഡിക്റ്റേഷൻ ടെസ്റ്റിൻ്റെ ആണ് ഇതിലെ കട്ട് ഓഫ് ഞാൻ പറയുന്നത്. ഓക്കെ, 80.25 മാർക്കാണ് ഇതിൽ വന്നിട്ടുണ്ടായിരുന്ന കട്ട് ഓഫ്. മെയിൻ ലിസ്റ്റിൽ 101 പേരാണ് ഉൾപ്പെട്ടിട്ടുണ്ടായിരുന്നത്. സപ്ലിമെൻ്ററി ലിസ്റ്റിൽ 94 പേരും, പിന്നെ ഡിഫറൻ്റ്ലി ഏബിൾഡ് ലിസ്റ്റ് 5 പേര്, ടോട്ടൽ 200 പേരാണ് ഉൾപ്പെട്ടിട്ടുണ്ടായിരുന്നത്. ഓക്കെ, അപ്പോൾ ഇതിൽ അഡ്വൈസ് ഡീറ്റെയിൽസ് നോക്കാം. ടോട്ടൽ അഡ്വൈസ് 72 അഡ്വൈസാണ് പോയിട്ടുള്ളത്. 4/6/2026 ലാസ്റ്റ് അഡ്വൈസ് പോയിട്ടുള്ളത്. ഓക്കെ, ഇനി റാങ്ക് അപ് ടു വിച്ച് ഈ അഡ്വൈസ്ഡ് എന്ന് പറയുന്നത്, ഇതിൽ ഞാൻ എല്ലാ കാറ്റഗറിയും പറയുന്നില്ല, OC ആണ് പറയുന്നത്. ഓക്കെ, ബാക്കിയുള്ളത് നിങ്ങൾ നോക്കുക. OC 43ാമത്തെ റാങ്ക് വരെ പോയിട്ടുണ്ട്. അടുത്ത ജില്ല കൊല്ലമാണ്. കൊല്ലത്തിൻ്റെ നോക്കാം. അപ്പോൾ ഇതിൽ കൊല്ലത്തിൻ്റെത് സെയിം കാറ്റഗറി നമ്പർ തന്നെയാണ് വരുന്നത്. ഓക്കെ, അപ്പോൾ ഇതിൽ കട്ട് ഓഫായിട്ട് വന്നിട്ടുള്ളത്, ഇതിൽ ഡിക്റ്റേഷൻ ടെസ്റ്റിന് 65.25 മാർക്കും, പിന്നെ ഇൻ്റർവ്യൂവിൽ 11 മാർക്കുമാണ്. അപ്പോൾ ടോട്ടൽ 76.25 അതാണ് കട്ട് ഓഫായിട്ട് വരുന്നത്. ഓക്കെ, ഇൻ്റർവ്യൂ പ്ലസ് ഡിക്റ്റേഷൻ ടെസ്റ്റിൻ്റെ മാർക്ക് 76.25 മാർക്കാണ് വരുന്നത്. ഓക്കെ, ഇനി ഇതിൽ അഡ്വൈസ് ഡീറ്റെയിൽസ് നോക്കാം. ടോട്ടൽ നമ്പർ ഓഫ് അഡ്വൈസ് 48 അഡ്വൈസാണ് പോയിട്ടുള്ളത്. ലാസ്റ്റ് ഡേറ്റ് എന്ന് പറയുന്നത് 8/6/2026. ഇനി റാങ്ക് അപ് ടു വിച്ച്, അപ്പോൾ ഇതിൽ OC എന്ന് പറയുന്നത് 35ാമത്തെ റാങ്ക് വരെ പോയിട്ടുണ്ട്. അപ്പോൾ ഇതിൽ 35ാമത്തെ റാങ്ക് വരെയാണ് OC പോയിട്ടുള്ളത്. ബാക്കിയുള്ളത് നിങ്ങൾ നോക്കുക. ഓക്കെ, അടുത്ത ഡിസ്ട്രിക്റ്റ് പത്തനംതിട്ടയാണ്. പത്തനംതിട്ടയിൽ നമുക്ക് നോക്കിക്കഴിഞ്ഞാൽ അതിൽ കട്ട് ഓഫായിട്ട് വരുന്നത് 34 മാർക്കാണ്. ഓക്കെ, 34 മാർക്കാണ്. ഇതിൽ മെയിൻ ലിസ്റ്റിൽ 50 പേരാണ് വന്നിട്ടുള്ളത്. സപ്ലിമെൻ്ററി ലിസ്റ്റിൽ 30 പേരും, ഡിഫറൻ്റ്ലി ഏബിൾഡ് ലിസ്റ്റ് 1, ടോട്ടൽ 81 പേരാണ് വന്നിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ ഇതിൽ ടോട്ടൽ അഡ്വൈസ് നോക്കിക്കഴിഞ്ഞാൽ ടോട്ടൽ അഡ്വൈസ് എന്ന് പറഞ്ഞിട്ട് കൊടുത്തിട്ടില്ല. ഓക്കെ, ഇതിൽ ഓരോ ഇതും റാങ്ക് അപ് ടു വിച്ച് എന്ന് പറഞ്ഞിട്ട് മാത്രമേ കൊടുത്തിട്ടുള്ളൂ. ഇത് മാത്രമേ അവൈലബിൾ ആയിട്ടുള്ളൂ. OC 25ാമത്തെ റാങ്ക് വരെ പോയിട്ടുണ്ട്. ഇനി ആലപ്പുഴ ഡിസ്ട്രിക്റ്റിൽ ടോട്ടൽ അഡ്വൈസ് എന്ന് പറഞ്ഞിട്ട് ഇവിടെ കൊടുത്തിട്ടുള്ളത്, സൈറ്റിൽ കൊടുത്തിട്ടുള്ളത് 31 അപ്പോൾ ബാക്കിയുള്ള ഡീറ്റെയിൽസ് നോക്കാം. അപ്പോൾ ഇതിൽ കട്ട് ഓഫായിട്ട് വന്നിട്ടുള്ളത് 79.25 മാർക്കാണ്. മെയിൻ ലിസ്റ്റിൽ 40 പേരും, സപ്ലിമെൻ്ററി ലിസ്റ്റിൽ 52 പേരും, ഡിഫറൻ്റ്ലി ഏബിൾഡ് ലിസ്റ്റ് 1, ടോട്ടൽ 93 കാൻഡിഡേറ്റ്സ് ആണ് വന്നിട്ടുള്ളത്. ഓക്കെ, അപ്പോൾ ഇങ്ങനെ ഈ ഒരു ഷോർട്ട് ലിസ്റ്റിൻ്റെ സ്ക്രീൻഷോട്ട് ഇട്ടിട്ടുള്ളതിൽ നമുക്ക് ഇൻ്റർവ്യൂവിൻ്റെ മാർക്ക് അല്ല വരുന്നത്, ഇതിൽ ഡിക്റ്റേഷൻ ടെസ്റ്റിൻ്റെ മാർക്കാണ് വരുന്നത്. പിന്നെ കട്ട് ഓഫ് എന്ന് പറയുമ്പോൾ നമുക്ക് ഈ OMR എക്സാമിൻ്റെ കട്ട് ഓഫ് ചോദിക്കുകയാണെങ്കിൽ ആ ഒരു എക്സാമുകളിൽ ഒന്നിലും തന്നെ കട്ട് ഓഫായിട്ട് വന്നിട്ടില്ല.
ഏതൊക്കെയോ 2-3 ജില്ലേൻ്റെ മാത്രമേ കട്ട് ഓഫ് വന്നിട്ടുള്ളൂ. ബാക്കിയുള്ളതിലൊക്കെ എഴുതി എല്ലാവരും ഡിക്റ്റേഷൻ ടെസ്റ്റിന് എലിജിബിൾ ആയിരുന്നു. അതുകൊണ്ടാണ് അത് പറയാത്തത്. ഓക്കെ, അപ്പോൾ ഇതിൽ നമുക്ക് അഡ്വൈസിൻ്റെ ഡീറ്റെയിൽസ് നോക്കാം. 36 അഡ്വൈസാണ് ടോട്ടൽ പോയിട്ടുള്ളത്. ലാസ്റ്റ് ഡേറ്റ് എന്ന് പറയുന്നത് 7/5/2026 ഇനി റാങ്ക് അപ് ടു വിച്ച് അഡ്വൈസ്ഡ് എന്ന് പറയുമ്പോൾ OC 27ാമത്തെ റാങ്ക് വരെ പോയിട്ടുണ്ട്. ഇനി കോട്ടയം ഡിസ്ട്രിക്റ്റ് ആണ്. കോട്ടയം ഡിസ്ട്രിക്റ്റിൽ നോക്കാം നമുക്ക്. കോട്ടയം ഡിസ്ട്രിക്റ്റിൽ ഇതിൽ പ്രത്യേകിച്ച് കട്ട് ഓഫ് ഒന്നും കൊടുത്തിട്ടില്ല. ഓക്കെ, കട്ട് ഓഫ് ഒന്നും വന്നിട്ട് അങ്ങനെയൊന്നും പറഞ്ഞിട്ടില്ല ഇതിൽ. അപ്പോൾ ഇതിൽ ടോട്ടൽ അഡ്വൈസ് 43 അഡ്വൈസാണ് പോയിട്ടുള്ളത്. പിന്നെ ലാസ്റ്റ് ഡേറ്റ് എന്ന് പറയുന്നത് 3/6/2026 ലാസ്റ്റ് അഡ്വൈസ് പോയിരിക്കുന്നത്. ഇനി റാങ്ക് അപ് ടു വിച്ച് അഡ്വൈസ്ഡ് എന്ന് പറയുമ്പോൾ ഇതിൽ OC 31ാമത്തെ റാങ്ക് വരെ പോയിട്ടുണ്ട്. ബാക്കിയുള്ളത് നോക്കാം. ഓക്കെ, അടുത്തത് ഇടുക്കി ഡിസ്ട്രിക്റ്റ് ആണ്. ഇടുക്കി ഡിസ്ട്രിക്റ്റിൻ്റെത് നമുക്ക് കട്ട് ഓഫ് ആയിട്ട് വന്നിട്ടുള്ളത് 42.75 മാർക്കാണ്. മെയിൻ ലിസ്റ്റിൽ 50 പേരും സപ്ലിമെൻ്ററി ലിസ്റ്റിൽ 35 പേരും ഡിഫറൻ്റ്ലി ഏബിൾഡ് ലിസ്റ്റ് ഒരാളുമാണ് വന്നിട്ടുള്ളത്. 86 പേര് ടോട്ടൽ ഉണ്ട്, ലിസ്റ്റിൽ വന്നിട്ടുണ്ട്. ഇനി അഡ്വൈസിൻ്റെ നോക്കുകയാണെങ്കിൽ 35 ടോട്ടൽ അഡ്വൈസ് പോയിട്ടുണ്ട്. 5/5/2026 ലാസ്റ്റ് ഡേറ്റ് ഓഫ് അഡ്വൈസ് എന്ന് പറയുന്നത്. ഇതിൽ OC ആ സ്ക്രീൻഷോട്ട് എടുത്തതിൽ വന്ന മിസ്റ്റേക്കാണ്. ഓക്കെ, ഇനി അടുത്തത് എറണാകുളം ഡിസ്ട്രിക്റ്റ് ആണ്. എറണാകുളത്ത് കട്ട് ഓഫ് ആയിട്ട് വരുന്നത് 16 മാർക്കാണ് കട്ട് ഓഫ് ആയിട്ട് വന്നിട്ടുള്ളത്. ഓക്കെ, അപ്പോൾ ഇതിൽ 16 മാർക്ക് ആണ് കട്ട് ഓഫ് ആയിട്ട് വന്നിട്ടുണ്ടായിരുന്നത് എറണാകുളം. ഓക്കെ, അപ്പോൾ ഇതിൽ നമുക്ക് ഈ ലിസ്റ്റിൽ നോക്കിക്കഴിഞ്ഞാൽ 16 മാർക്ക് എന്ന് പറയുന്നത് ഏതിൻ്റെയാന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൻ്റെ, അതായത് നമുക്ക് ഈ OMR എക്സാമിൻ്റെ ബേസിസിലാണ് നമുക്ക് ഈ 16 മാർക്ക് കട്ട് ഓഫ് വന്നിട്ടുള്ളത്. ഓക്കെ, പിന്നെ ഇനി ഡിക്റ്റേഷൻ ടെസ്റ്റ് ആൻഡ് ഇൻ്റർവ്യൂ ഏറ്റവും കട്ട് ഓഫ് എന്ന് പറയുന്നത് 86.50 ആണ് ടോട്ടൽ മാർക്ക്. ഇൻ്റർവ്യൂ പ്ലസ് ഡിക്റ്റേഷൻ ടെസ്റ്റ് കട്ട് ഓഫ് ആയിട്ട് വന്നിട്ടുള്ളത്. ഓക്കെ, ഇനി ഇതിൽ ടോട്ടൽ അഡ്വൈസ് 55 അഡ്വൈസ് പോയിട്ടുണ്ട്. ലാസ്റ്റ് ഡേറ്റ് ഓഫ് അഡ്വൈസ് എന്ന് പറയുന്നത് 10/6/2026 ഓക്കെ, ഇനി OC 45ാമത്തെ റാങ്ക് വരെ പോയിട്ടുണ്ട്. തൃശ്ശൂർ ഡിസ്ട്രിക്റ്റ് നോക്കാം. തൃശ്ശൂരിൽ കട്ട് ഓഫ് ആയിട്ട് വന്നിട്ടുള്ളത് 75 മാർക്കാണ്. 40 പേരാണ് മെയിൻ ലിസ്റ്റിൽ വന്നിട്ടുള്ളത്. സപ്ലിമെൻ്ററി ലിസ്റ്റിൽ 39 പേരും ടോട്ടൽ നമ്പർ ഓഫ് കാൻഡിഡേറ്റ്സ് എന്ന് പറയുന്നത് 79 പേരുമാണ് വന്നിട്ടുള്ളത്. ഓക്കെ, അപ്പോൾ ഇതിൽ നമുക്ക് കട്ട് ഓഫ് ആയിട്ട് നോക്കാം. 75 മാർക്ക്, ഇൻ്റർവ്യൂവിൽ 12 മാർക്കും 87 മാർക്കാണ് അവിടെ കട്ട് ഓഫ് ആയിട്ട് വന്നിട്ടുള്ളത്. ഇനി അഡ്വൈസ്, ടോട്ടൽ നമ്പർ ഓഫ് അഡ്വൈസ് എന്ന് പറയുന്നത് 45 അഡ്വൈസാണ്. ലാസ്റ്റ് ഡേറ്റ് ഓഫ് അഡ്വൈസ് 2/6/2026. OC 33ാമത്തെ റാങ്ക് വരെ പോയിട്ടുണ്ട്. ഇനി അടുത്തത് പാലക്കാട് ഡിസ്ട്രിക്റ്റ് ആണ്. പാലക്കാട് ഡിസ്ട്രിക്റ്റിൽ നമുക്ക് 47.5 മാർക്കാണ് കട്ട് ഓഫ് ആയിട്ട് വന്നിട്ടുള്ളത്. 66 പേര് മെയിൻ ലിസ്റ്റിലും സപ്ലിമെൻ്ററി ലിസ്റ്റിൽ 51 പേര് ഡിഫറൻ്റ്ലി ഏബിൾഡ് ലിസ്റ്റ് ഒരാളും ടോട്ടൽ 118 പേരുമാണ് ഉൾപ്പെട്ടിട്ടുള്ളത്. ഓക്കെ, ഇതിൽ കട്ട് ഓഫ് എന്ന് പറയുന്നത് നമുക്ക് ഈ ഡിക്റ്റേഷൻ ടെസ്റ്റിൻ്റെ കട്ട് ഓഫ് 47.5ഉം ഇതിൽ ഇൻ്റർവ്യൂവിന് കിട്ടിയിട്ടുള്ള മാർക്ക് 11 മാർക്ക് 58.50 മാർക്കാണ് ഇവിടെ കട്ട് ഓഫ് ആയിട്ട് വന്നിട്ടുള്ളത്. 2 പേർക്ക് ഒരുപോലെ വന്നിട്ടുണ്ടെങ്കിൽ അതിൽ ഏജാണ് പ്രിഫറൻസ് ആയിട്ട് വന്നിട്ടുള്ളത്. ഓക്കെ, ഏജ് കൂടുതലുള്ള ആൾക്ക് അവിടെ റാങ്ക് മുന്നിലേക്ക് വരും. ഓക്കെ, ഇവിടെ നോക്കുക 92-ൽ ജനിച്ചത് കൊണ്ടാണ് ആ ഒരു ലിസ്റ്റ് സെയിം മാർക്കായിട്ട് പോലും ഒരു റാങ്ക് മുകളിൽ വന്നിട്ടുള്ളത്. ഓക്കെ, അത് മനസ്സിലാവാത്തവർക്ക് വേണ്ടിയിട്ട് പറഞ്ഞതാണ്. ഓക്കെ, ടോട്ടൽ അഡ്വൈസ് എന്ന് പറയുന്നത് 34 അഡ്വൈസാണ്. ലാസ്റ്റ് ഡേറ്റ് ഓഫ് അഡ്വൈസ് 1/6/2026. ഓക്കെ, ഇതിൽ ചെറിയ മാറ്റങ്ങൾ വരാം. ഞാനിപ്പോൾ ഉള്ള കറൻറ്റ് സ്റ്റേറ്റസാണ് എടുത്തിട്ടുള്ളത്. OC 28 അഡ്വൈസാണ്. 28ാമത്തെ റാങ്ക് വരെയുള്ള ആൾക്കാണ് അഡ്വൈസ് പോയിട്ടുള്ളത്. ഇനി അടുത്തത് മലപ്പുറം ഡിസ്ട്രിക്റ്റ് ആണ്. അതിൽ
59 മാർക്കാണ് കട്ട് ഓഫ് വന്നിട്ടുള്ളത്. 45 പേര് മെയിൻ ലിസ്റ്റിലും സപ്ലിമെൻ്റ് ലിസ്റ്റിൽ 41 പേര്, ഡിഫറൻ്റ്ലി ഏബിൾഡ് ലിസ്റ്റ് 2 പേര്. ടോട്ടൽ നമ്പർ ഓഫ് കാൻഡിഡേറ്റ്സ് എന്ന് പറയുന്നത് 88 പേരാണ് വന്നിട്ടുള്ളത്. ഇനി ടോട്ടൽ അഡ്വൈസ് എന്ന് പറയുന്നത് 37 അഡ്വൈസ് പോയിട്ടുണ്ട്. ലാസ്റ്റ് ഡേറ്റ് എന്ന് പറയുന്നത് 2/6/2026 ആണ്. ഇനി OC 30ാമത്തെ റാങ്ക് വരെ പോയിട്ടുണ്ട്. അടുത്തത് കോഴിക്കോട് ഡിസ്ട്രിക്റ്റ് ആണ്. കോഴിക്കോട് ഡിസ്ട്രിക്റ്റിൽ കട്ട് ഓഫ് ആയിട്ട് വന്നിട്ടുള്ളത് 79 മാർക്കാണ്. മെയിൻ ലിസ്റ്റിൽ 49 പേര്, സപ്ലിമെൻ്ററി ലിസ്റ്റിൽ 50 പേരും, ഡിഫറൻ്റ്ലി ഏബിൾഡ് ലിസ്റ്റ് 3 പേരുമാണ്. ടോട്ടൽ നമ്പർ ഓഫ് കാൻഡിഡേറ്റ്സ് എന്ന് പറയുന്നത് 102 പേരും ആണ് വന്നിട്ടുള്ളത്. ഓക്കെ. ഇനി ടോട്ടൽ അഡ്വൈസ് പോയിട്ടുള്ളത് 47 അഡ്വൈസ് പോയിട്ടുണ്ട്. ലാസ്റ്റ് ഡേറ്റ് ഓഫ് അഡ്വൈസ് എന്ന് പറയുന്നത് 18/6/2026 ആണ്. OC 27ാമത്തെ റാങ്ക് വരെ പോയിട്ടുണ്ട്. അടുത്തത് വയനാട് ഡിസ്ട്രിക്റ്റ് ആണ്. വയനാട്ടിൽ കട്ട് ഓഫ് ആയിട്ട് വന്നിട്ടുള്ളത് 58 മാർക്കാണ്. മെയിൻ ലിസ്റ്റിൽ 25 പേര്, സപ്ലിമെൻ്ററി ലിസ്റ്റിൽ 30 പേരും, ടോട്ടൽ നമ്പർ ഓഫ് കാൻഡിഡേറ്റ്സ് എന്ന് പറയുന്നത് 55 പേരുമാണ്. അപ്പോൾ ഇതിൽ അഡ്വൈസ് ടോട്ടൽ 20 അഡ്വൈസ് പോയിട്ടുണ്ട്. ലാസ്റ്റ് ഡേറ്റ് ഓഫ് അഡ്വൈസ് എന്ന് പറയുന്നത് 18/4/2025 ആണ്. ഇനി OC 15ാമത്തെ റാങ്ക് വരെ പോയിട്ടുണ്ട്. കണ്ണൂർ ഡിസ്ട്രിക്റ്റ് ആണ് നോക്കാൻ പോകുന്നത്. കണ്ണൂരിലെ കട്ട് ഓഫ് വരുന്നത് 83.50 ആണ്. അതായത് 73.5 മാർക്ക് ഡിക്റ്റേഷൻ ടെസ്റ്റിലും 10 മാർക്ക് ഇൻ്റർവ്യൂവിനും വന്നിട്ട് ടോട്ടൽ 83.50 മാർക്കാണ് കട്ട് ഓഫ് ആയിട്ട് വന്നിട്ടുള്ളത്. ഓക്കെ. ഇനി ടോട്ടൽ അഡ്വൈസ് 25 അഡ്വൈസ് പോയിട്ടുണ്ട്. ലാസ്റ്റ് ഡേറ്റ് ഓഫ് അഡ്വൈസ് എന്ന് പറയുന്നത് 8/6/2026 ആണ്. OC 17ാമത്തെ റാങ്ക് വരെ പോയിട്ടുണ്ട്. കാസർഗോഡ് ഡിസ്ട്രിക്റ്റ് ആണ് അടുത്തത്. അപ്പോൾ ഇതിൽ കട്ട് ഓഫ് 37.50 മാർക്കാണ്. 40 പേര് മെയിൻ ലിസ്റ്റിൽ വന്നിട്ടുണ്ട്. സപ്ലിമെൻ്ററി ലിസ്റ്റിൽ 19 പേരും, ഡിഫറൻ്റ്ലി ഏബിൾഡ് ലിസ്റ്റ് ഒരാളും ആണ് വന്നിട്ടുള്ളത്. ടോട്ടൽ 60 കാൻഡിഡേറ്റ്സ് ഉണ്ട്. ഇനി ടോട്ടൽ അഡ്വൈസ് 30 ആണ് പോയിട്ടുള്ളത്. ലാസ്റ്റ് ഡേറ്റ് ഓഫ് അഡ്വൈസ് എന്ന് പറയുന്നത് 13/4/2026 ആണ്. റാങ്ക് അപ് ടു വിച്ച് അഡ്വൈസ്ഡ് എന്ന് പറയുന്നത് എത്രയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ OC 18ാമത്തെയാണ്. ഇതിൽ കോട്ടയം ഡിസ്ട്രിക്റ്റിൻ്റെ കട്ട് ഓഫ് പറഞ്ഞില്ലായിരുന്നു. അത് 39.25 മാർക്കാണ് വന്നിട്ടുള്ളത്. ഓക്കെ. അതിൽ കട്ട് ഓഫ് ഒന്നുമില്ല എന്ന് പറഞ്ഞത് എന്തിൻ്റെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ OMR എക്സാമിൻ്റെ ആയിരുന്നു. ഡിക്റ്റേഷൻ ടെസ്റ്റിൻ്റെ കട്ട് ഓഫ് 39.25 മാർക്കാണ്. മെയിൻ ലിസ്റ്റിൽ 60 പേരും, സപ്ലിമെൻ്ററി ലിസ്റ്റിൽ 59 പേരും, ഡിഫറൻ്റ്ലി ഏബിൾഡ് ലിസ്റ്റ് 3 പേര്. ടോട്ടൽ 122 പേരാണ് ഉൾപ്പെട്ടിട്ടുള്ളത്. ഓക്കെ. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമായെന്ന് വിചാരിക്കുന്നു. താങ്ക്സ് ഫോർ വാച്ചിങ്. ഹാവ് എ നൈസ് ഡേ.